നമ്മൾ സാധാരണ ഗിയർ ബോക്സ് ആണ്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു മാനുവൽ വാഹനത്തിന് കഴിഞ്ഞ് കൂടുതൽ മൈലേജ് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ അപ്ലൈ ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AMT അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനം, അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. അതായത് ഒരു മാനുവൽ മോഡിലിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനമാണോ? അല്ല, അതൊരു ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ്. അതായത് AMT അല്ലെങ്കിൽ ഏജസ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന വാഹനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. രണ്ട് ടെക്നോളജിയാണ്, ഫുള്ളി ഡിഫറൻ്റ് ആണ്. അതായത് ഒരു AMT അല്ലെങ്കിൽ ഒരു ഏജസ് എന്ന് പറയുന്ന ഒരു വാഹനം ശരിക്കും ഒരു മാനുവൽ വാഹനത്തിൻ്റെ സെയിം ഗിയർ ബോക്സ് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചൊരു കാര്യത്തിൽ അത് വ്യത്യാസം വരുന്നുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യത്യാസങ്ങൾ വരുന്നതെന്നും ഒരു ചെറിയൊരു ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഒരു AMT വാഹനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് മാനുവൽ ഓടുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് ഒരു മാനുവൽ വാഹനത്തിന് കഴിഞ്ഞ് കൂടുതൽ മൈലേജ് കിട്ടുന്നതെന്നൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിൽ സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. ഇനിയെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മാനുവൽ വാഹനമാണോ? അല്ല, ഞാനൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതെങ്ങനെയാണ് നമുക്ക് മാനുവൽ ഓടിക്കാൻ സാധിക്കുന്നത്? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം, അല്ലെങ്കിൽ പറ്റണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, രണ്ടിൻ്റെയും ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്കിപ്പോൾ ഈ കാണാൻ സാധിക്കുന്ന ഒരു വാഗണാർ വാഹനമാണ്, ഒരു 1 ലിറ്റർ വാഗണാറാണ്, ഒരു AMT അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഇതാണ് നമ്മുടെ ഏജസിൻ്റെ യൂണിറ്റ് വരുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഗിയർ ബോക്സ് നമ്മൾ സാധാരണ ഗിയർ ബോക്സ് ആണ്. ഈ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ ലിവർ വരുന്നത്. പക്ഷേ ഇത് ക്ലച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഈ വാഹനത്തിൽ ക്ലച്ച് ഉണ്ട്. ഈ ക്ലച്ചിൻ്റെ ലിവർ വർക്ക് ചെയ്യിക്കുന്നത് ഈ ഒരു യൂണിറ്റ് തന്നെയാണ് വർക്ക് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ മേലത്തെ ഇത്രയും പോർഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. ഞാൻ അടുത്ത വാഹനത്തിൽ കാണിച്ചു തരുമ്പോൾ, ഒരു മാനുവൽ വാഹനം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് ഓർത്ത് വെച്ചോണം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മാനുവൽ വാഹനത്തിൻ്റെ അടുത്തോട്ട് പോകാം. അതിൻ്റെ ഡിഫറൻസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് സ്പീഡപ്പ് ആക്കട്ടെ. യെസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ വാഹനമാണ്, ഒരു സ്വിഫ്റ്റ് പെട്രോളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനകത്ത് വരുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ദേ ഈ ഒരു യൂണിറ്റ്, അതായത് ഇവിടെയാണ് ആ യൂണിറ്റ് വന്നത്. ഇനി ആ ക്ലച്ചിൻ്റെ കേബിൾ വരുന്നത് എൻ്റെ തൊട്ട് താഴെയാണ്. നിങ്ങൾക്ക് ഞാൻ തൊട്ട് കാണിച്ചു തരാം. ദേ ഈ കാണുന്ന സാധനം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിച്ചോണം. ഗിയർ മാറ്റുമ്പോൾ ഇവിടെയും ശ്രദ്ധിച്ചോണം. ഈ ഒരു പോർഷൻ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആ സെലക്ടർ അസംബ്ലി, അതായത് ഞാൻ ആ മേളിൽ കാണിച്ചു തന്ന സെലക്ടർ അസംബ്ലി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണതേക്ക്. ഇപ്പം നിങ്ങൾക്ക് ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന വ്യത്യാസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് ക്ലച്ച് അപ്ലൈയിങ് ആ ഒരു വാഹനത്തിൽ കേബിൾ യൂസ് ചെയ്ത് ഹൈഡ്രോളിക് ആയിട്ട് ക്ലച്ച് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മൾ മാനുവലായിട്ട് ഇവിടെ കാലുകൊണ്ട് ചവിട്ടുന്നു. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഗിയർ അപ്ലൈ ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഗിയർ ന്യൂട്രൽ പൊസിഷൻ, അതായത് ഫസ്റ്റ് ഗിയർ ന്യൂട്രൽ പൊസിഷൻ, സെക്കൻഡ് ഗിയർ ന്യൂട്രൽ പൊസിഷൻ, തേർഡ് ഗിയർ ന്യൂട്രൽ പൊസിഷൻ, ഫോർത്ത് ഗിയർ ന്യൂട്രൽ പൊസിഷൻ, ഫിഫ്ത്ത് ഗിയർ. ഇപ്പോൾ 5 ഗിയറും എൻഗേജ്ഡ് ആയിരിക്കും നമ്മൾ കണ്ടു. പിന്നെ ഞാൻ ന്യൂട്രൽ പൊസിഷനിലോട്ട് ഇട്ടു. ഇനി റിവേഴ്സ് ഗിയറും കൂടെ ഞാൻ എൻഗേജ് ചെയ്തു. ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഓരോ ഗിയേഴ്സും ഷിഫ്റ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മാനുവൽ വാഹനത്തിൽ എങ്ങനെയാണ് ആ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടെ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് ഓട്ടോമേറ്റഡ് വാഹനം അല്ലെങ്കിൽ ഒരു ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള വാഹനം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ AMT വാഹനം അല്ലെങ്കിൽ ഒരു ഏജസ് വാഹനത്തിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ക്ലച്ചിൻ്റെ പൊസിഷൻ മറ്റത് താഴെയാണ് വരുന്നത്, ഇത് മേളിലാണ് വരുന്നത്. വാഗണാർസിലെല്ലാം മേളിലാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ പൊസിഷനിലാണ് ഈ വാഹനം ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പം വാഹനം സ്റ്റാർട്ട് ചെയ്തു. M മോഡിലോട്ടിട്ട് ഫസ്റ്റ് ഗിയറാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. ഞാൻ പതുക്കെ ഈ വാഹനം മുമ്പോട്ട് എടുക്കുകയാണ്. ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു, മാനുവൽ മോഡിലോട്ടിട്ടു, സെക്കൻഡ് ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ വാഹനം ഒന്ന് ഫ്രണ്ടോട്ട് എടുക്കുകയാണ്. യെസ്, ഇനി ഞാനൊന്ന് ബ്രേക്ക് ചെയ്തു, ഞാൻ റിവേഴ്സ് മോഡിലോട്ട് ഇട്ടു. ഞാൻ വാഹനം ഒന്ന് പുറകോട്ട് എടുക്കുകയാണ്. നമുക്കിവിടെ ഗിയർ ഷിഫ്റ്റിംഗ് കാണാൻ സാധിക്കത്തില്ല, പക്ഷേ ക്ലച്ച് അപ്ലൈ ആയത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഈ വരുന്ന യൂണിറ്റ് ചെയ്യുന്ന എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ എങ്ങനെയാണ് വീഴുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് ശരിക്കും ഈ ഒരു ഏജസ് അല്ലെങ്കിൽ AMT വാഹനത്തിനകത്ത് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. സിമ്പിൾ അല്ലേ?